ചൊടി പോയതാണോ, അല്ല അവൾ ആരെങ്കിലും തട്ടിക്കൊണ്ടതാണോ, അല്ലെങ്കിൽ അവള് അവിടെ എവിടെയെങ്കിലും പോയി നിന്നതാണോ, അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ പോയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അലമൊളി വിളിക്കുന്ന ഒരുപാട് ഓൺലൈൻ ആങ്ങളമാരുണ്ടായിരുന്നു. അവർ ചോദിച്ചത് കാരണം പോലീസ് നീയാണോ ജഡ്ജി, നീയാണോ തീരുമാനിക്കുന്നത്, അവൾ ഒളിച്ചോടി പോയതല്ല, അവൾ ഇങ്ങനെ പോയതാണ് അങ്ങനെ പോയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ്. നമസ്കാരം, വീണ്ടും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസം കൊണ്ട് നമ്മുടെ ഈ ഒരു ഷഹല എന്ന് പറയുന്ന വ്യക്തിയുടെ ഒളിച്ചോട്ടത്തെ കുറിച്ചിട്ടാണ് ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷഹല എന്ന് പറയുന്ന വ്യക്തിയെ ബാംഗ്ലൂർ വെച്ച് കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂർ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി ആ ഒരു കുഞ്ഞിനെ തിരിച്ചു കൊടുക്കുന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഡൗട്ടാണ്. അപ്പോൾ ഒരു കൂസലും ഇല്ലാണ്ടാണ് ആ ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നു, കുഞ്ഞിന് ചോക്ലേറ്റ് മേടിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് ഭയങ്കര സന്തോഷം. കാരണം എന്തോ മുൻജന്മ സുഹൃതം, മുൻജന്മമായിട്ട് കണ്ട ഒരാളാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കേ, ഈ വ്യക്തികൾ രണ്ടുപേരും കാണിച്ച കാര്യത്തിൽ 2 കുടുംബമാണ് അവിടെ നശിച്ചിരിക്കുന്നത്. ഒന്ന് ജെയ്സൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ജീവിതവും ആ ഒരു കുഞ്ഞിന്റെ ഭാവിയും കൂടിയാണ്, ഒരു കുഞ്ഞിനെയും കൂടി കൊണ്ടാണ് പോയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ഒരു ചോടിയ മൊബൈൽക്കാരന്റെ 3 മക്കളുണ്ട്. ഒന്ന് വെറും 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞാണ്, പിന്നെ 7ഉം 5ഉം അങ്ങനെ പ്രായമുള്ള കുഞ്ഞുങ്ങളെന്നാണ് അറിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി അവരുടെയൊക്കെ ഒരു അവസ്ഥ. ആ ഒരു ഭാര്യ ഇനി എന്ത് കഷ്ടപ്പെടും ആ ഒരു കുഞ്ഞുങ്ങളെ വെച്ചിട്ട്. ഇവനെയൊക്കെ വിശ്വസിച്ചിട്ട് ഓരോ ആൾക്കാരും ജീവിതങ്ങൾ തുടങ്ങും. പക്ഷെ ജീവിതത്തിൽ അവസാനം പെട്ടുപോകുന്നത് ഇതുപോലെയുള്ള പെട്ടെന്ന് കാണുന്ന ഒരു വ്യക്തി, അതും ഷോപ്പില് മൊബൈൽ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തി. ആ ഒരു വ്യക്തിയെ കണ്ടപ്പം സ്വന്തം ഭാര്യയും സ്വന്തം രക്തത്തിൽ പറഞ്ഞ പിഞ്ച് മക്കളെയും മറന്ന ഈ ഒരു നരാധമനെ എന്ത് പേരിട്ടാണ് വിളിക്കാനുള്ളത്? എന്താ ഒരു സന്തോഷം. അടിച്ചിട്ട് വന്ന ഒരുപാട് അവന്മാർക്കുള്ള മറുപടിയാണ് ഈ CC ക്യാമറ ദൃശ്യങ്ങൾ. ഈ CC ക്യാമറയിൽ ഈ വ്യക്തിയോടൊപ്പം ഈ സ്ത്രീ ഒരു ബേക്കറിയ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നതും കുട്ടിക്ക് ഐസ്ക്രീം അടക്കം വാങ്ങിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പം ഈ കാണുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടല്ലോ, ഇപ്പൊ ഇതാണ് ഇതിന്റെ തെളിവ്. ഇവള് ഒളിച്ചോടി പോയതാണ് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഞാനൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ തെളിവുകളും അതിന്റെ ആളുകളിൽ നിന്നുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും പ്രകാരമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ വന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് പോകുന്നതൊന്നുമല്ല. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. കാരണം ഇവര് ഒളിച്ചോടി പോകുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ കയറിയതും അവിടുന്ന് ഭക്ഷണം, ഫുഡ് ഐറ്റംസുകളും ചോക്ലേറ്റുകളും കുട്ടിക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നതും കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ. ഇനി നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? അപ്പം ഇത് കുറെ ആൾ ചോദിക്കുന്നുണ്ട്, നീ ജഡ്ജിയാണോ, നീ വക്കീലാണോ, നീ 2 കുടുംബമാണ് മൊത്തത്തിൽ തകർന്നിരിക്കുന്നത്. എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം, ആ ഒരു കുഞ്ഞിനെ കൊടുക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. കാരണം വെച്ചാൽ തന്റെ വീട് ജപ്തിയുടെ വക്കിലെത്തിയതിനു ശേഷമാണ് ആ ഒരു പ്രവാസ ലോകത്തേക്ക് പോയത്. വെറും 2 വർഷം പോയപ്പോ തന്നെ ഇങ്ങനെ ആയെങ്കിൽ ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടാണ് വന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ആലോചിച്ച് നോക്കിയേ. അദ്ദേഹത്തിന് ചെലവിലിരുന്ന് ജീവിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പോക്കൃത്തരം, അതും വരുന്നതിന് തൊട്ട് മുന്നേറ്റുള്ള ദിവസം. കഷ്ടം തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നെങ്കിൽ ഡിവോഴ്സ് മേടിച്ചിട്ട് പോവാം, ഇല്ലെങ്കിൽ അതിന് ഡിവോഴ്സിന് കൊടുത്തേക്കണം. ഇത് അങ്ങനെയുമില്ല. സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം താല്പര്യപ്രകാരം ഒരാളെ കാണുക, അതും എന്താണ് ഇങ്ങനെയൊക്കെ മൊബൈൽ ഷോപ്പിൽ പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരാളോട് ഇഷ്ടം തോന്നുന്നത് എന്ത് രീതിയിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഷ്ടം തോന്നുന്നു കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴേ വളരെയധികം ദുഃഖം തോന്നുന്നു. കാരണം അയാളെക്കകത്ത് 3 പിള്ളേരുണ്ട് അവിടെ. 3 പിള്ളേരും, അത് ഒന്ന് പിഞ്ച് കുഞ്ഞ്, 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്. ആ ഭാര്യയുണ്ട്. അപ്പം ഇയാളെ വിശ്വസിച്ചിട്ടാണല്ലോ ആ ഒരു ഭാര്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ടാക്കി. അപ്പൊ അയാള് ഇതിന്റെ ഇടയിൽ കിടന്ന് കാണിച്ചൊരു പോക്കൃത്തരം, കുറച്ച് തൊലിവെളുപ്പും കുറച്ച് ഭംഗിയും കുറച്ച് കാശും ഒക്കെ കണ്ടാല് ഇപ്പൊ സ്വന്തം കൂടെ നിൽക്കുന്ന സ്വന്തം ഭാര്യ ഇത്രയും നാളും ആഹാരം വെച്ച് കൊടുത്ത് അവന്റെയൊക്കെ കാര്യങ്ങൾ നോക്കിയ ഭാര്യമാരെ കാണാൻ പാടില്ല. അത്രയ്ക്ക് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. പിന്നെ ഭാര്യ ഏത്, കുഞ്ഞേത്, രക്തബന്ധം ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതാണ് ഇപ്പോഴത്തെ പൊതുവെ നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ പോലീസാണോ എന്നുള്ളത് പോലീസുകാർക്ക് പോലും ഇവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സമയം എടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് എന്തായി എന്നുള്ളത് പോലും അറിയാതെ അവർ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് ഇവര് ഫോണും എല്ലാം ഉപയോഗിക്കാതെ നിന്നതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് പോലും കണ്ടെത്താൻ വേണ്ടിയിട്ട് വൈകിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾ ഇതിലേക്ക് ഞാൻ പറയട്ടെ, ഏതൊരു കാര്യത്തിലും ജനങ്ങൾ പുറപ്പെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ തൂഫാന് മാതിരി പോലീസും ജനങ്ങളും ഒന്നിച്ചിട്ട് ഇറങ്ങിയാൽ ഇതിനെ തുടച്ചു നീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊന്നും നമ്മുടെ കേരളത്തിൽ ഇല്ല. മാത്രമല്ല അതുപോലെ തന്നെ ഇതിൽ ജനങ്ങൾ ഇത് കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഈ CC ക്യാമറ ദൃശ്യങ്ങൾ കിട്ടിയത്. എനിക്ക് തോന്നുന്നത് ഇവർ ഹസ്ബൻഡിനോ പോലീസിനോ പോലും ഈ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടായില്ല എന്നാണ്. എനിക്ക് അതല്ല ഇപ്പോഴും കോമഡിയായിട്ട് തോന്നുക. ഇവരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും കുറെ ആൾക്കാരുണ്ട്. കാരണം അവരെന്തോ വലിയൊരു പുണ്യപ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. അതും സ്വന്തം കുഞ്ഞിനെ തന്റെ ഭർത്താവിൽ നിന്ന് അടർത്തി വേർത്തന്റെ കൂടെ കൊണ്ടുപോവുകയാണ്.
നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കുഞ്ഞിനെ തന്റെ ഭർത്താവിനെ ഏൽപ്പിക്കാം, ആ ഒരു വീട്ടുകാരെ ഏൽപ്പിക്കാം. അവർ പൊന്നുപോലെ നോക്കും. നിങ്ങൾക്ക് അത്രയ്ക്കും പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് പോവാമല്ലോ. ഇനി നേരെ ഈ ഒരു ഇപ്പൊ പറയും കേരള പോലീസിന് പിടിക്കാൻ പറ്റുന്നു, അവര് ബാംഗ്ലൂരിലുണ്ട്, ഇവിടെ ഉണ്ട്. കേരള പോലീസിന് എവിടെ ആയാലും പിടിക്കാൻ പറ്റും. കേരള പോലീസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ ഏത് സ്ഥലത്ത് എവിടേക്ക് ഒളിച്ചിരുന്നാൽ പോലും പോലീസുകാർ കണ്ടെത്തും. പക്ഷേ ഇപ്പൊ തന്നെ നമുക്കറിയാം 13 വയസ്സായിട്ടുള്ള പെൺകുട്ടി പുനരെന്തോ പോയി അവിടെ വെച്ച് പിടിച്ചെന്ന ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയില്ലേ? അത് എങ്ങനെയാ കണ്ടെത്തിയത്? പോലീസുകാർ ഊർജിതപ്പെട്ട എല്ലാ ആൾക്കാരെയും കണ്ടെത്തും. പക്ഷെ ഈ ഒരു കേസിൽ എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ടുള്ള കാരണം ഇവർ ഒളിച്ചോടി പോയതാണ്. പ്രായപൂർത്തിയായിട്ടുള്ള 2 വ്യക്തികൾ അവർ രണ്ടുപേരും സ്വന്തം ഇഷ്ടത്തിന് ഒളിച്ചോടി പോയി. അതിൽ പിന്നെ പോലീസുകാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്താണ് ന്യായം വിൽക്കണം? ഒരാൾ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി, ഒരാൾ ഒരു കുഞ്ഞിനെ ഉണ്ടായിരുന്നു, ആ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ ഇവര് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പൊ എന്താണ് കോടതിയിൽ ഹാജരാക്കാവുന്നതേ ഉള്ളൂ. കോടതിയിൽ ഹാജരാക്കിയാൽ എന്ത് ചെയ്യും? അവിടുന്ന് പറയും എനിക്ക് എന്റെ കുട്ടിയെ വേണം, എനിക്ക് എന്റെ കുട്ടിയുടെ കൂടെ തന്നെ ജീവിക്കണം എന്ന് പറയും. അപ്പോൾ ഈ ഒരു പ്രതിഭാഗത്ത് നിൽക്കുന്ന, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തി പറയുന്ന കാര്യം മൈൻഡ് പോലും ചെയ്യത്തില്ല. അപ്പം കോടതി വിചാരിക്കും ഒന്നുകിൽ തീരുമാനിക്കേണ്ട ഒരു കാര്യം, ഈ മൊബൈൽ ഷോപ്പുകാരുടെ പോയ വ്യക്തി 13 ലക്ഷം രൂപയുടെ ഒക്കെ സ്വർണം കൊണ്ടാണല്ലോ പോയിരിക്കുന്നത്. ആ ഒരു ലക്ഷം തീരുന്നതുവരെ ഈ ഒരു ചെരിയും കളിയൊക്കെ കാണും. എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നതൊക്കെ കണ്ടറിയാം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേ, ആ ഒരു കുട്ടിയെ ഇനി കുറെ നാൾ കഴിയുമ്പോൾ ഈ കുട്ടി ഒരു ബാധ്യതയായിട്ട് ഇവർക്ക് മാറുന്ന സമയത്ത് അയാള് സ്വന്തം കുട്ടിയെ പോലും നോക്കുന്നില്ല, പിന്നെയാണ് വേറൊരു രക്തത്തിൽ പറഞ്ഞ ഒരു കുട്ടിയെ നോക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു കുട്ടിയെ എങ്ങനെയൊക്കെ ക്രൂശിക്കാൻ പോകുന്നത് എന്നൊക്കെ നീ കണ്ടറിയാം. ഒന്ന് ആലോചിച്ച് നോക്കേ, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു കുഞ്ഞിനെ ആ വീട്ടുകാരെ ഏൽപ്പിക്കാം. അയാള് അത്രയും സ്നേഹിക്കുന്നുണ്ടായിരിക്കും ആ ഒരു കുഞ്ഞിനെ. നിങ്ങൾക്കറിയാം രഞ്ജിനീഷിന്റെ കാര്യം തന്നെ. രഞ്ജിനീഷ് ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഇത്രയും നാളും കാത്തിരുന്നത്. പക്ഷെ ആ ഒരു കുഞ്ഞിന്റെ കാര്യം അവസാനം അറിഞ്ഞ് തന്റെ കുഞ്ഞിനെ കിട്ടില്ല എന്ന് അറിഞ്ഞു എന്നുള്ള രീതി തന്നെയാണ് അദ്ദേഹം ഈ ഒരു ഭൂമി വിട്ടു പോയിട്ടുണ്ടായിരിക്കുക. അതേ അവസ്ഥ ഇയാൾക്കും വരരുത്. അപ്പൊ കോടതി തന്നെ തീരുമാനിക്കുക കുഞ്ഞിന് ആരോട് പോകണം, കുഞ്ഞിന് ആരുടെ കൂടെ ജീവിക്കണം എന്ന് കോടതിയിലുള്ള ജഡ്ജിമാരെങ്കിലും ഒന്ന് ജസ്റ്റ് ചോദിക്കുക. കാരണം കുഞ്ഞുങ്ങളുടെ ഇഷ്ടം, ആഗ്രഹം അതെങ്കിലും ലിസ്റ്റ് മനസ്സിലാക്കുക. ഇതിപ്പോ മാതാപിതാക്കളായതും ഇപ്പൊ അമ്മയുടെ കൂടെ പോകാനാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് അമ്മ വിളിക്കുന്നിടത്ത് കുഞ്ഞുങ്ങളുടെ നിർബന്ധം ഇല്ലാണ്ട് വിടുന്ന സമയത്ത് പിന്നീട് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന വിഷമങ്ങൾ ഭയങ്കര വലുതാണ്. സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് പോകുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ ഡിവോഴ്സ് പോലും കഴിയാതെ വേറൊരാളുടെ കൂടെ പോവാണ്. അതും അപ്പോഴും കണ്ട് 2 വർഷത്തിനുള്ളില് മൊബൈൽ നന്നാക്കാൻ കൊടുത്തിട്ടുള്ള ഒരു പ്രണയം. ഇത് പ്രണയം എന്ന് പറയാൻ പറ്റത്തില്ല, എന്തൊക്കെ അപരാധങ്ങളാണെന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ കോടതിയിൽ പോകുമ്പോഴും മിക്കവാറും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടോ, ഡിവോഴ്സിന് കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് പോവാം. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആളെ ഇഷ്ടമില്ല, അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ കെയറിങ് കിട്ടുന്നില്ല, അപ്പൊ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് പോവാണ് എന്ന് പറഞ്ഞ് പോവാമല്ലോ. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇതിപ്പം കുട്ടിയെയും പിരിയാൻ വയ്യ എന്നാൽ വേറൊരുത്തൻ്റെ ജീവിക്കുകയും വേണം, അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. ലീഗലി നിങ്ങൾ മുന്നോട്ട് പോവുക, അതാണ് ചെയ്യാനുള്ളത്. അല്ലാണ്ട് ലീഗലി ഒന്നും കഴിയാണ്ട് ഇങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് കുഞ്ഞിനെ കൊണ്ട് അങ്ങ് പോകേണ്ട ആവശ്യം എന്താണ്? കുഞ്ഞിനോടാണ് കോടതി ചോദിക്കാനുള്ളത്, കുഞ്ഞിന് ആരുടെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടം? അച്ഛൻ്റെ കൂടെയാണോ അമ്മയുടെ കൂടെയാണോ? അച്ഛൻ്റെ കൂടെയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ വിടുക, അല്ലാണ്ട് അമ്മയുടെ കൂടെയാണ് എന്ന് പറയണമെങ്കിൽ അമ്മയുടെ കൂടെ വിടുക. അതാണ് ചെയ്യാനുള്ളത്. അല്ലാണ്ട് കുട്ടികളുടെ താല്പര്യം നോക്കാണ്ട് അമ്മ ഒരു കോടതിയിൽ ഒരു പരാതി കൊടുക്കാണ്, എന്റെ കുട്ടികളെ എന്റെ കൂടെ തന്നെ വിടണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി കൊടുക്കുമ്പോഴത്തേക്ക് കോടതി ഇനി അമ്മയല്ലേ നോക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ കോടതിയിൽ കൊടുക്കുമ്പോഴത്തേക്ക് ആ പിള്ളേരുടെ മനസ്സ് വേദനിക്കുകയാണ്. അപ്പൊ അതാദ്യം മനസ്സിലാക്കുക. 3 പിള്ളേരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ, ആ ഒരു വ്യക്തിയുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. ഇനി എത്ര നാൾ കഷ്ടപ്പെടണം ഈ ഒരു കുഞ്ഞുങ്ങളെയും കൊണ്ട്? അതും ഓപ്പോസിറ്റ് ഈ ജെയ്സൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്ത് പാപം ചെയ്തിട്ടാണ്, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇപ്പം ഈ ഒരു കഷ്ടത അനുഭവിച്ചുകൊണ്ട് നടക്കുന്നത്? ഇപ്പോഴും ഓടിക്കൊണ്ട് നടക്കണം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പ്രവാസ ജീവിതത്തിൽ നിന്ന് കുറച്ച് നാളത്തെ ലീവിന് വേണ്ടിയിട്ട് ആൾ വന്നതായിരിക്കാം. വന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയുന്നത്. ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ കൃത്യമായിട്ടുള്ള സ്നേഹം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള കെയറിംഗ് ഒക്കെ ആയിരിക്കും. ആ ഒരു കെയറിങ്ങോ പിന്നെ ജസ്റ്റ് വിളിച്ച് ചോദിക്കലോ ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും. പക്ഷെ ഇത് അവർ വിളിക്കുന്നുണ്ട്, കാര്യങ്ങൾക്ക് സംസാരിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇത് നേരത്തെ കുട്ടി ഉണ്ടായിരുന്ന രഹസ്യബന്ധം. പിന്നെ ഒരാൾക്ക് നമുക്കറിയാലോ, ഇതിപ്പോ ഒരാളുടെ ജീവിതത്തിലേക്ക് ഒരു ഫോൺ കോൾ ആയിട്ടോ അല്ലാണ്ട് നേരിട്ട് കണ്ട് ജസ്റ്റ് ഒരു നിമിഷം കണ്ടതായിരിക്കും. പെട്ടെന്ന് ഒരാളോട് ഇഷ്ടം തോന്നും, പിന്നെ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു തോന്നൽ തോന്നും. പിന്നെ അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിയും. പിന്നെ എങ്ങനെയെങ്കിലും അവരെ പിന്നെ പെട്ടെന്ന് സ്വന്തമാക്കണം. പ്രശ്നങ്ങളാകുമ്പോഴത്തേക്ക് എന്തായാലും നാണം കെടുമല്ലോ, അതുകൊണ്ട് പിന്നെ സ്വന്തമാകണം. അത് കഴിയുമ്പോഴത്തേക്ക് കാര്യം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് കയ്യിലെ കാശൊക്കെ തീരുമ്പോഴത്തേക്ക് തിരിച്ചങ്ങോട്ട് പുറത്തേക്ക് ഇടണം. ഇതാണ് ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നത്. എന്തായാലും ഞാനിപ്പോഴും പറയുന്നത് ആ ഒരു കുട്ടിക്ക്, ആ ഒരു 7 വയസ്സായ കുഞ്ഞിനെ അതിന്റെ അച്ഛന്റെ കൂടെ പോകാൻ അനുവദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ജെയ്സൺ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു കുഞ്ഞിനെ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുഞ്ഞിന്റെ മനസ്സറിഞ്ഞി, അല്ലെങ്കിൽ ഒരു അച്ഛന്റെ മനസ്സറിഞ്ഞ് ആ ഒരു കുഞ്ഞിനെ ആ ഒരു കുടുംബത്തിലേക്ക് തിരിച്ചു വിടുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ഷഹല എന്ന് പറയുന്ന വ്യക്തി അവരുടെ ഇഷ്ടമുള്ള ആളുടെ കൂടെ ജീവിക്കട്ടെ, അവരെങ്ങനെയാണ് ജീവിക്കാൻ താല്പര്യപ്പെടുന്നത് അതേപോലെ ജീവിക്കട്ടെ. അതപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആകുമല്ലോ. അല്ലാണ്ട് പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇതിപ്പോ 2 കുടുംബ അവതാളത്തിലായിരിക്കുകയാണ്. മൊബൈൽ ഷോപ്പുകാരന്റെ കുടുംബത്തെ ആലോചിക്കാൻ കുറച്ചും കൂടി വിഷമമുണ്ട്. കാരണം 3 മക്കളെ ഇട്ടിട്ട് അയാള് പെട്ടെന്ന് കണ്ടൊരു വ്യക്തിയുടെ കൂടെ അങ്ങ് പോവാണ്.
എന്ത് സന്തോഷമാണ്, ഭയങ്കര ആഹ്ലാദത്തോടെയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് സന്തോഷപ്പെട്ട് പോകുന്നത്.